ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ദ എയ്ത്ത് വണ്ടർ ഓഫ് ദ വേൾഡ്. ഹീ ഹൂ അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ് ഏൺസ് ഇറ്റ്, ഹീ ഹൂ ഡസൻറ്റ് പേസ് ഇറ്റ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ദ എയ്ത്ത് വണ്ടർ ഓഫ് ദ വേൾഡ്. ഓക്കെ, നമ്മുടെ 7 വണ്ടേഴ്സ് കഴിഞ്ഞാൽ എയ്ത്ത് വണ്ടർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ആൻഡ് അതിനെപ്പറ്റി അറിവുള്ളവൻ ഏൺ ചെയ്യും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതറിയാത്തവൻ അത് പേ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് വളരെ സിമ്പിളായി ഡിസ്കസ് ചെയ്യും എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സ്കൂളിലോ ചെറുപ്പകാലത്തിലോ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അത് സ്കൂളിലായിരുന്നപ്പോൾ. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിംഗിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിംഗിൽ എവിടെയാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എവിടെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റും വരുന്നതും ആൻഡ് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണെന്നൊക്കെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ എല്ലാവരും കണ്ടിരിക്കണം. നിങ്ങൾ സേവിങ്സ് ബാങ്കിൽ പൈസ വെക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ FD ഇടുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് മാത്തമാറ്റിക്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പം ഇനി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. അപ്പം ആദ്യം തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട്. കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഷീറ്റ് നോക്കാം. ഞാൻ ആദ്യം ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഇട്ടു. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ ലെറ്റ്സ് സേ 10 lakh. ഇനി നമുക്ക് കാണാൻ പോകുന്നത്, ഞാൻ ക്ലിക്ക് ചെയ്താൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് 7%, സ്റ്റോക്ക് മാർക്കറ്റിൽ 15%, എല്ലാ വർഷവും ഈ 10 ലക്ഷത്തിൻ്റെ 7% കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് 70,000. അതേ സമയത്ത് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ എനിക്ക് എന്താണ് 15%. അപ്പം 10 ലക്ഷത്തിനാകുമ്പോൾ 1,50,000. ഓക്കെ, 1,50,000 അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും പൈസ, 20 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും പൈസ, നമുക്ക് നോക്കാം. ഞാൻ എൻ്റർ കിട്ടും കേട്ടോ. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് നോക്കാം. നമ്മുടെ FDയിൽ 70,000 എല്ലാ വർഷം കൂടും. അപ്പം ആദ്യത്തെ വർഷം കഴിയുമ്പോൾ 10 lakh + 70,000, 10 lakh 70,000, പിന്നെ ഒന്നുകൂടി 70, അപ്പം 11 lakh 40. അപ്പോൾ എല്ലാ വർഷവും 70 കൂട്ടിയിട്ട് 10 വർഷം കഴിയുമ്പോൾ 17 lakh ഉണ്ടാവും. 10 വർഷം കഴിയുമ്പോൾ FDയിൽ വെറുതെ ഇട്ടാൽ നിങ്ങൾക്ക് 10 ലക്ഷം 17 lakh ആവും. വലിയ കാൽക്കുലേഷൻ ഒന്നുമില്ല. ഓക്കെ, ഇത് ശരിക്കും ഇതല്ല സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ 24 ലക്ഷം. നല്ല എമൗണ്ട്, അടിപൊളി, ഒരു കുഴപ്പമില്ല. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് 15% സ്ഥിരമാണെങ്കിൽ 25 lakh ആവും 10 ലക്ഷം ഇൻ 10 years ആൻഡ് 20 years കഴിയുമ്പോൾ 40 lakhs. ഇത് കറക്റ്റ് അല്ല. ദിസ് ഇസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. എല്ലാ വർഷവും നമുക്ക് ആ 10 ലക്ഷത്തിൻ്റെ ശതമാനം മാത്രം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ തന്നെ ശരിക്കും സംഭവിക്കുന്നത് എന്താ, 10 ലക്ഷം കിട്ടി, ആദ്യത്തെ വർഷം കഴിയുമ്പോൾ സെയിം 10 lakh 70 തന്നെ, വ്യത്യാസമില്ല. സെക്കൻഡ് ഇയർ നോക്കിക്കേ, സിമ്പിളും കോമ്പൗണ്ടിലും പൈസ കൂടുതലാണ്. കോമ്പൗണ്ടിലാകുമ്പോൾ 11,44,000 ആണ് ഇൻസ്റ്റെഡ് ഓഫ് 11,40,000. എന്താ സംഭവിച്ചത്? ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ വർഷം കഴിയുമ്പോൾ എൻ്റെ ബാങ്കിൽ 10,70,000 രൂപ വന്നു. ഇനി അടുത്ത വർഷം എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്തിൻ്റെയാണ്? 10,70,000 7%. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് 10 ലക്ഷത്തിൻ്റെ. അത് സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറയുമ്പോൾ ബാങ്കിൽ എത്ര ഉണ്ടോ അതിൻ്റെ 7% കിട്ടും. അപ്പോൾ അടുത്ത വർഷം എനിക്ക് 11,44,000 കിട്ടി. അതിൻ്റെ 7% കിട്ടിയെങ്കിൽ അടുത്ത വർഷം അപ്പോൾ 12,25,000 കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ 17 lakh. നിങ്ങൾ നോക്കുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, വിച്ച് ഇസ് ദ റിയൽ സിനാരിയോ, നിങ്ങളുടെ ലൈഫിൽ ശരിക്കും FDയിൽ ഇട്ടാൽ കോമ്പൗണ്ടാണ് കിട്ടുക. അപ്പോൾ 19,67,000, 2.5 ലക്ഷത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ വ്യത്യാസമല്ലേ? ലുക്ക് അറ്റ് ദിസ്. 20 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെ 24 lakh ആണ് FDയിൽ. അതേസമയത്ത് 38 lakh വരും നിങ്ങളുടെ FDയിൽ തന്നെ. FDയിൽ ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണ് കിട്ടിക്കൊണ്ടിരുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെയാണ്. പക്ഷേ ആ കോമ്പൗണ്ടിങ് എന്താണെന്ന് വ്യത്യാസം മനസ്സിലാക്കാനാണ് ഈ നമ്പർ കാണിക്കുന്നത്. സെയിം സംഭവം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നോക്കാം. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പം വണ്ടർ അടിച്ചു നോക്കിക്കോ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആദ്യത്തെ വർഷം 11,50,000, ആദ്യത്തെ വർഷം ഒരു വ്യത്യാസം വരില്ല, ഒരു വർഷം ചെയ്തുള്ളൂ. സെക്കൻഡ് ഇയർ ആകുമ്പോൾ വ്യത്യാസം കാണാൻ തുടങ്ങുന്നില്ല, 13 മുതൽ 13,22 ആയി. 10 വർഷം കഴിയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ 15% സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 25 lakh. അതേ സമയത്ത് കോമ്പൗണ്ടഡ് ആകുമ്പോൾ 40 lakh. നിങ്ങൾ ആലോചിക്കുക, ഏകദേശം ഡബിൾ ആവുന്നുണ്ട്, 15 ലക്ഷം കൂടി ഔട്ട് ഓഫ് നോവെയർ. അതേ സമയത്ത് 20 വർഷം കഴിയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 40 lakh. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാരണം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ 15 years ഒരു പൈസ ഇട്ടിട്ടുള്ളൂ, 10 ലക്ഷം നിങ്ങൾ ഇട്ടു, 20 വർഷം കഴിയുമ്പോൾ വേറെ ഒരു പൈസ ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് 1,63,00,000 കിട്ടും. ഇപ്പം നിങ്ങൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ആ പവർ ഓഫ് കോമ്പൗണ്ടിങ് കാണുന്നുണ്ടോ അല്ലേ? നോക്കിയേ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആയാൽ 40 ലക്ഷം കിട്ടും, എല്ലാ വർഷം നിങ്ങൾക്ക് 1,50,000 കിട്ടിക്കൊണ്ടിരിക്കും, വിച്ച് ഇസ് നോട്ട് ബാഡ്. പക്ഷെ അതേ സമയത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 1,50,000 കിട്ടി, അത് വീണ്ടും ഇൻവെസ്റ്റ് ആവുന്നുണ്ട്, 1,50,000 കിട്ടി, വീണ്ടും ഇൻവെസ്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 20 വർഷം കഴിയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ 10 ലക്ഷം ഇട്ടത് എന്തായി? 1,63,000. ഓഫ് കോഴ്സ് ഇൻഫ്ലേഷൻ കാരണം 1.5 കോടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ 1.5 കോടിയിൽ അത്രയും വില ഉണ്ടാവില്ല. പക്ഷേ ലെറ്റ്സ് ഒരു 1,20,00,000 പൈസ ഉണ്ട്, അതിന് ഭയങ്കര അല്ലേ?
ഇനി എങ്ങനെയാണ് സംഭവിച്ചത്, എന്താ സംഭവിക്കുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇതും കാണാം. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടു, ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഫ്രണ്ട്സിനും ഫാമിലിയിലും മുതിർന്നവർക്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കാൽക്കുലേഷൻ ആൻഡ് സിമ്പിൾ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് ബേസിക്കലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ 1000 രൂപ ഇട്ടാൽ തിരിച്ച് കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് ഇല്ല, അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഇതാണ്. നിങ്ങളിപ്പോൾ PRT എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അത് തന്നെയാണ് സംഭവം. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കോൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിൾ. നമുക്ക് 100 രൂപ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നു. ഓക്കെ, 100 രൂപ. ഇനി 10% ആയിക്കോട്ടെ, 10%. ഓക്കെ, ആൻഡ് ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഞാനിപ്പം 100 രൂപ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ 10% എനിക്ക് എല്ലാ വർഷവും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ എവിടെ ഇരുന്നാലും ഉപയോഗിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ മനസ്സിനുള്ളിൽ ഈ കാൽക്കുലേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 100 രൂപേൻ്റെ 10% 10 രൂപ കൂടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 110 രൂപ കിട്ടി. ഓക്കെ, ആഫ്റ്റർ ഇയർ 1 കേട്ടോ, ഒരു വർഷം കഴിയുമ്പോൾ. അപ്പം ഒരു വർഷം കഴിയുമ്പോൾ രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ എന്താണ്? വീണ്ടും എന്തിൻ്റെ ഈ 10 രൂപ എന്ന് പറയുന്നത് 10% ഓഫ് പ്രിൻസിപ്പൾ, നമ്മൾ ആദ്യം ഇട്ട പൈസ. ഓക്കെ, 10 രൂപ കൂടി. അപ്പോൾ എനിക്ക് എന്താണ്? 120 രൂപ കിട്ടി. ഓക്കെ, ടോട്ടല് അത് കഴിഞ്ഞിട്ടെന്താണ്? വീണ്ടും 10 രൂപ കൂടി, 130 രൂപ കിട്ടി. അപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ വർഷവും എനിക്ക് 10% കിട്ടുന്നുണ്ട് ഓഫ് എന്തിൻ്റെയാ? ഓഫ് പ്രിൻസിപ്പൾ. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കഥ. വലിയ സംഭവമൊന്നുമില്ല, മോശമൊന്നുമില്ല, ഇങ്ങനെ കൂടി വരുന്നു. ഓക്കെ, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെ. ഓക്കെ, സമാന്തര ശ്രേണി. അതേ സമയത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ലൈഫിലും, നമ്മുടെ സേവിങ്സ് ആയിക്കോട്ടെ, ഫിക്സഡ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് വേണമായിക്കോട്ടെ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഈവൻ എല്ലാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് വരയ്ക്കുന്നത്. കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. സംഭവത്തിലുള്ളൂ ഞാൻ 100 രൂപ ഇട്ടു. 100 രൂപ ഇട്ടു. ഓക്കെ, എനിക്ക് ഇവിടെയും 10% കിട്ടുന്ന അസ്യൂം ചെയ്യാം. ഓക്കെ, 10% ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി 10% ഫസ്റ്റ് ഇയറിലൊരു വ്യത്യാസം ഉണ്ടാവില്ല സിമ്പിളും കോമ്പൗണ്ടിലും. ഓക്കെ, അപ്പം 10% ഓഫ് 100 ഇസ് 10 രൂപ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ 110 രൂപ, ഇവിടെയും 110 രൂപ, ഇവിടെയും 110 രൂപ. ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കോമ്പൗണ്ട് സിമ്പിളും ഒരു വ്യത്യാസമില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത്, സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് 100ൻ്റെ ആദ്യം ഇട്ട പൈസേൻ്റെ 10% കിട്ടി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്രയുണ്ട്? 100 മാറി 110. ബാങ്ക് അക്കൗണ്ടിലായിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിമാറ്റ് അക്കൗണ്ടിലായിക്കോട്ടെ, എവിടെ വേണമെങ്കിലോട്ടെ 110 രൂപയുണ്ട് എൻ്റെ കയ്യിൽ. ഇനി ഇതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ഈ 110 രൂപേൻ്റെ 10% എന്താ? ഇതിൻ്റെ 10% ആണ് വരുന്നത്. ഓക്കെ, 110 രൂപേൻ്റെ 10% നമുക്കറിയാം 11 രൂപ. ഓക്കെ, ഇൻട്രസ്റ്റ് കൂടി, കയ്യിൽ കൂടുതൽ, ബാങ്കിൽ കൂടുതൽ പൈസ ഉള്ളതുകൊണ്ട് ഇൻട്രസ്റ്റും കൂടുതൽ കിട്ടുന്നത് അതിൻ്റെ. ഓക്കെ, അപ്പം 110 രൂപ ആഡ് ചെയ്യുമ്പോൾ 121 രൂപ. ആഹാ, അപ്പോൾ നോക്കിയാൽ ഇവിടെ 1 രൂപേൻ്റെ വ്യത്യാസം വന്നു അല്ലേ? 2 വർഷം കഴിയുമ്പോൾ എനിക്കിവിടെ 1 രൂപേൻ്റെ വ്യത്യാസം വന്നു. അത് ലക്ഷങ്ങളും 10,000ങ്ങളാകുമ്പോൾ നല്ല വ്യത്യാസം വരും കേട്ടോ. ഇനി അത് കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ 121 രൂപയുണ്ട്. 121ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? എനിക്കറിയാം 12.1 രൂപ. ഓക്കെ, അപ്പോൾ 12.1 റുപ്പീസാണ് ഈ പ്രാവശ്യത്തെ ഇൻട്രസ്റ്റ്. നമ്മുടെ സിമ്പിളായിരുന്നെങ്കിൽ 10 രൂപ ഇങ്ങനെ കൂടും. ഇതങ്ങനെയല്ല. കഴിഞ്ഞ വർഷം എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ 10%. 121ൻ്റെ 10% 12.1. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടാം? 1. അപ്പോൾ 0.1 ഉണ്ട്, പിന്നെ 3 വരും, പിന്നെ 133.1, 130 രൂപ. അപ്പോൾ ഇവിടെ വ്യത്യാസം 3 രൂപയായി. അതിങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അടുത്ത വർഷം എത്ര കിട്ടാം? എനിക്ക് 130 രൂപ, 3 രൂപ പൈസ ഉണ്ട്. അപ്പോൾ അതിൻ്റെ 10% വെച്ച് 13 രൂപ, 13.3. അത് ആഡ് ആകുമ്പോൾ എത്ര കിട്ടുക? അത് ഞാൻ പോയിൻ്റ് ഒന്നും കുറേ കൂടുന്നില്ല, 0.4, എനിക്ക് 6, ഇവിടെ എത്ര വരിക? 4, 146. ഇവിടെ എനിക്ക് 140 കിട്ടുന്നതിന് പകരം 146 ആയി. അപ്പം 100 രൂപയിൽ ചെറിയ ചെറിയ വ്യത്യാസം കാണുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ കണ്ടു, ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ ഇട്ടു, ഒരു പ്രാവശ്യം ഇട്ട്, എല്ലാ വർഷവും ഇടുന്ന ഒരു പ്രാവശ്യം ഇട്ടു, നിങ്ങൾ കാണാൻ പറ്റി. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ 40 ലക്ഷം സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടും. അതേ സമയത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, നമ്മളിപ്പോൾ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1,46,00,000 കിട്ടും. ഭയങ്കര വ്യത്യാസം, 1 കോടിൻ്റെ വ്യത്യാസം ഏകദേശം വരുന്നുണ്ട്. അതാണ് അതിൻ്റെ മാജിക്, അതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല. കോമ്പൗണ്ടിങ് തന്നെ ഒരു സംഭവമാണ്, അതിനൊരു വേറെ പവറൊന്നുമില്ല. അതിൻ്റെ ഫോർമുല ഇങ്ങനെ വരുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമുക്ക് സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. amount is equal, total amount is equal to principal. ഞാൻ ഇടുന്നത് നമ്മൾ നേരത്തെ കാൽക്കുലേഷൻ കണ്ട പോലെ 10 ലക്ഷം. ഓക്കെ, 10 ലക്ഷം രൂപ ഇട്ടു. 1 പ്ലസ് എത്ര റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നത്? എനിക്ക് 7%. 7/100. ഓക്കെ, ഇൻറ്റു എത്ര വർഷം ഇടുന്നു? ഞാൻ 10 വർഷം ഇടുന്നു വിചാരിച്ചു. 10 വർഷം. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന കാൽക്കുലേഷൻ എന്താണ്? നിങ്ങളിത് മാനുവലി ചെയ്യേണ്ട, എക്സലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല കേട്ടോ. അപ്പോൾ കട്ട് എക്സലിൽ സ്പെഷ്യൽ വീഡിയോ ആണെങ്കിൽ പറയാം കേട്ടോ. അപ്പം എനിക്ക് 0.7 ഉണ്ട്. ഓക്കെ, ഇതാണ് 0.7. അപ്പോൾ 1 പ്ലസ് 0.7 ആണ് 1.07. അപ്പോൾ എനിക്ക് ആൻസർ എന്താ കിട്ടുക? എനിക്ക് 10 lakh ഇൻറ്റു 1 പ്ലസ്
0.7. അപ്പോൾ എന്താണ് 1.7 കിട്ടും, 1.7 കിട്ടി, 1.7 കേട്ടോ, 1.07 അല്ല. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 17 ലക്ഷം കിട്ടും അല്ലേ. 10 ലക്ഷം മാറിയിട്ട് 17 ലക്ഷം കിട്ടി. ഓക്കെ, ഇവിടെ ഒരു 0 ഉണ്ട്, 17 ലക്ഷം രൂപ കിട്ടി സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ. ഇതേ സംഭവം നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഫോർമുല വരുന്നതെന്ന് കാണിച്ചാൽ എ ഈസ് ഈക്വൾ അമൗണ്ട് ഈസ് ഈക്വൾ 10 ലക്ഷം അവിടെ തന്നെ നിൽക്കും, 10 ലക്ഷം ഇവിടെ തന്നെ നിൽക്കുന്നു. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താ, 0.7. അപ്പം 1 + 7/100. ഓക്കെ, 7/100. ഓക്കെ, 7/100. ഇനി ഇവിടെ n മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, ഇൻസ്റ്റഡ് ഇവിടെ എന്താണ്, ഇവിടെ n ഇവിടെയാണ്, എത്ര വർഷം എടുക്കുന്നു. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വേറെ ഫോർമുലാസ് ഉണ്ട്. ഒരു വർഷം 4 പ്രാവശ്യം കോമ്പൗണ്ട് ആവും ആൻഡ് അങ്ങനെ പീരീഡ് ഒക്കെ ഉണ്ടെങ്കിൽ വേറെ തന്നെ ഫോർമുലയാണ്. പക്ഷേ തൽക്കാലം ഇത് മതി, എല്ലാം വർഷത്തിൻ്റെയാണ്. ഓക്കെ, റേസ് ടു നമുക്ക് 10 വർഷമുണ്ട്. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും 10 lakh. ഓക്കെ, കാൽക്കുലേറ്റർ വേണ്ടി വരും, വലിയ പണി കിട്ടും. 1 + ഇതെന്താണ് 7/100 എന്ന് പറയുമ്പോൾ 0.07. അപ്പം 1.07. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കുറവാണല്ലോ, റേസ് ടു 10, 10 തവണ സ്വന്തം മൾട്ടിപ്പിൾ ആണ്, വിച്ച് ഈസ് 1. ഞാൻ എൻ്റെ കാൽക്കുലേറ്റർ എടുക്കുകയാണ്. 1.07 റേസ് ടു, അപ്പോൾ x⁻y 10, 10 തവണ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആൻസർ ഇട്ടാൽ 1.96. ഓക്കെ, അപ്പം 10 lakh ഇൻറ്റു ഏകദേശം 1.96. ഓക്കെ, അപ്പം എനിക്ക് ആൻസർ എന്താ, ഫൈനൽ ആൻസർ കിട്ടുന്നത്, ഫൈനൽ ആൻസർ 10 lakh ഇൻറ്റു 1.96 പറയുമ്പോൾ 19 lakh. ശരിക്കും പറഞ്ഞാൽ 67,000. ഓക്കെ, 67,151 ഏകദേശം കിട്ടും. ഓക്കെ, 1.96 അല്ല ശരിക്കും പറഞ്ഞാൽ വലിയ നമ്പറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും 10 വർഷം എഫ് ഡിയിൽ ഇടുമ്പോൾ നിങ്ങളിപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ ഹൈപ്പോത്തറ്റിക്കലി 17 ലക്ഷം കിട്ടും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 19.67 കിട്ടും. ഇതാണ് വ്യത്യാസം. 20 വർഷമാകുമ്പോൾ നിങ്ങൾ കണ്ടു 24 lakhും 38 lakh ആവും, അത് 7%. സ്റ്റോക്ക് മാർക്കറ്റിലാകുമ്പോൾ എന്താണ് 40 lakhും 1.63 crore വരിക. ഓക്കെ, അപ്പോൾ വ്യത്യാസം കണ്ടില്ല. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം പീരീഡ്, എത്ര ടൈം പീരീഡും അതേപോലെ എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നു ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കും. ഇതാണ് 8th വണ്ടർ ഓഫ് ദ വേൾഡ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഓൾറെഡി 3-4 വീഡിയോസ് വന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, അസറ്റ് ക്ലാസ്സസ് കമ്പയർ ചെയ്യുന്ന ആൻഡ് റൂൾ ഓഫ് 72, അതൊക്കെ പോയി കാണാം. നിങ്ങൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിലും റിയൽ ലൈഫിലും. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.